കേരളത്തിലേക്ക് വരിക. 5 ലോഡ് ഈർക്കിളി ചൂല്. അതാണ് കേരളീയ മനുഷ്യൻ. ഇതാണ് ഇപ്പൊ കേരളീയ സമൂഹം. 5 ലോഡ് ഈർക്കിളി ചൂല് കേരളത്തിലേക്ക് ദിവസം വരുന്നുണ്ട്. ഈ വാർത്ത ഈ കണക്കെന്നെ നെട്ടിപ്പിച്ചു. എന്താണ് നമ്മളെ നാട്? പറയാ ഒരു തൊഴിലില്ല. എന്താ തൊഴിൽ ചെയ്യാം? എടാ ഒരു എന്താ പറയാ, ഒരു ഉജാലയുടെ ഉള്ള വസ്ത്രം മിനുക്കിയിടും, ഷോപ്പിക്കും വെള്ള വസ്ത്രവും. നമ്മളെ ബഹുമാനപ്പെട്ട ഉജാലയില് ആ ഉജാലയുടെ ഒരു ടിന്നങ്ങോട്ട് പൊട്ടിക്കുക, എന്നിട്ട് അതിലെന്ത് ചെയ്യാ? ഈർക്കിളി നിറക്കുക. പ്ലാസ്റ്റിക്കിന്റെ അതൊന്നും ബണ്ടൽ കൊണ്ട് കിട്ടക്കഴിഞ്ഞു. ഒരു ചൂല് എത്ര റുപ്യക്ക് വിൽക്കും? കേരളം അയ്യേ നാണക്കട് പുറത്ത് പറയരുത്. ഒരു ദിവസം കേരളത്തിലേക്ക് 5 ലോഡ് ചൂലാണ് വരുന്നത്. ഒരു ദിവസം കേരളത്തിലേക്ക് ഈർക്കിളി ചൂല്. ചിന്തിക്കണം നിങ്ങൾ. കൃത്യമായ ഈ വിഷയത്തിന്റെ കണക്കാണ്. അത് ഉദ്യോഗസ്ഥന്മാരിൽ പഠിച്ച കൃത്യമായ കണക്കാണ് ഞാൻ ഈ പറഞ്ഞു. വാളയാർ ചുരം കടന്നിട്ട് തൂത്തുക്കുടി തഞ്ചാവൂരിൽ നിന്ന് ഒരു ദിവസം കേരളത്തിൽ വരുന്നത് 5 ലോഡ് ചൂലാണ്, ഈർക്കിലി ചൂല്. ഒരു ദിവസം ഡെയിലി പട്ടെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നങ്ങോട്ട് വീശി ആക്കി വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക്കിൽ വെച്ച് കിട്ടിയാൽ എന്തായി? ചൂലായില്ലേ? നിങ്ങൾ ചിന്തിക്ക്. എന്ത് പണിയില്ല. ഇവര് പറയാ ഇവരെ എവിടെ പുനരധിവസിപ്പിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും വഴി പറഞ്ഞു കൊടുക്കുക, ചൂലുണ്ടാക്കുക. പിന്നെ കാർഷിക മേഖലയിലേക്ക് ഇപ്പോൾ ഈ റോഡ് സൈഡ് നിങ്ങൾ ഈ ചെത്തുന്ന പെണ്ണുങ്ങളെ നിർത്തിയിട്ട് ദയവായി ഇനി അവരെ വീട്ടിലിരുത്തിയിട്ട് ശമ്പളം കൊടുത്താലും ദയവായി റോഡ് സൈഡ് ചെത്താൻ വിടരുത്. റോഡ് സൈഡ് ചെത്തിയ റോഡ് പൊളിയും. റോഡിന്റെ 2 സൈഡിലും പുല്ല് പിടിച്ചാൽ റോഡ് നിലനിൽക്കും. അത് നമ്മുടെ വിയർപ്പിൻ്റെതാണ് ആ റോഡ്. റോഡ് സൈഡിൽ പുല്ല് ചെത്തിക്കളഞ്ഞാൽ റോഡ് നാശമാവും. ആ റോഡിന് മണ്ണൊലിപ്പുണ്ടാവും. മണ്ണൊലിപ്പുണ്ടായ റോഡ് തകരും. റോഡ് തകരാൻ വീണ്ടും 2 റോഡ് കണ്ടി വരും. പിന്നെയും പണം പോയി. പെണ്ണുങ്ങളൊക്കെ ഈ ഓരോ റോഡ് ഏരിയ ചെത്താൻ വേണ്ടിയിട്ട് തൊഴിലുറപ്പ് പദ്ധതി കാരണമായി പെണ്ണുങ്ങൾക്ക് 15-25 പെണ്ണുങ്ങളെ തെരഞ്ഞെടുക്കണമെങ്കിൽ വീട്ടിലിരുത്തിയിട്ട് തൊഴിലുറപ്പ് പദ്ധതി ഇത്ര ദിവസം പങ്കെടുത്തതിന്റെ പേരിൽ പെൻഷനാക്കി കൊടുത്തോളൂ. എന്നാലും രാജ്യത്തിന് അർത്ഥം വരില്ല. ഈ പെണ്ണുങ്ങളെ കാർഷിക മേഖലയിലേക്ക് ഇറക്കി വിടുക, തിരിച്ചുവിടുക. പെണ്ണുങ്ങളാണെങ്കിൽ ആണുങ്ങളാണെങ്കിലും. എന്നിട്ട് നമ്മൾ നല്ല വഴുതങ്ങ ഉണ്ടാക്കുക. വീട്ടി വഴുതനങ്ങൾക്ക് പകരം ഒറിജിനൽ വഴുതനങ്ങ. ഇന്ന് നമ്മൾ തിന്നുന്നതിൽ നല്ല ശതമാനം വീട്ടി വഴുതനങ്ങയാണ്. ഈ വഴുതനങ്ങയൊക്കെ നല്ല വീട്ടി വഴുതന ഉണ്ടായ ക്യാൻസർ ഉണ്ടാവും. വീട്ടി വഴുതനങ്ങ ക്യാൻസറിന്റെ ഗോഡൌൺ ആണ്. മാർക്കറ്റിൽ നിങ്ങൾ വാങ്ങണൊക്കെ വീട്ടി വഴുതനങ്ങ. വീട്ടി വഴുതനങ്ങ കഴിച്ച ക്യാൻസർ ഉണ്ടാവും. നമ്മളെ ഈ പെണ്ണുങ്ങളെ നമ്മൾ റോഡ് സൈഡിൽ വീട്ടു വളപ്പിന്റെ സൈഡിലും മുഴുവനും എന്ത് ചെയ്യാ? ഏത് ഹാജർക്കാണെങ്കിലും ഹാജരെടുക്കട്ടെ, എന്നാലും നാട്ടിലൊന്നും ഉണ്ടാവില്ലേ? വെള്ളരി നല്ല തെങ്ങ് തോപ്പിന് മറ്റൊക്കെ വെള്ളരി ഉണ്ടാക്കുക. ലോഡ് കണക്കിനുണ്ടാവും. അങ്ങോട്ട് കയറ്റി വിടാം. തൊഴിലിനും എത്ര സാധ്യത അവിടെ ഉള്ളത്! എമ്പാടും സാധ്യതകളുണ്ട്. ഈ വെറുതെ കണക്കിടക്കുന്ന പണം നമ്മൾ തടയണകെത്തുക. ജലസേചന സൗകര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വെള്ളം മഴ പെയ്യുന്ന സംസ്ഥാനത്ത് തീരെ വെള്ളമില്ല. വേനലായ 3 മാസം വെള്ളമില്ല. കേരളത്തിന്റെ ഒരു ഭൂമിശാസ്ത്ര കിടപ്പാണ്. ഭൂമിയുടെ കിടപ്പ് അങ്ങനെയാണ്. പക്ഷെ തടയണ പരിഹരിക്കാൻ കഴിയും. അതൊക്കെ ചെയ്യാം. നിർമ്മാണ രംഗത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണ്. പിന്നെ നിർമ്മാണത്തിന് വേണ്ടി സർക്കാർ സൗകര്യം ചെയ്ത് കൊടുക്കുക. എല്ലാം. കേരളത്തിൽ ഫാക്ടറികൾ ഉണ്ടാവില്ല. കേരളം എന്ന് പറഞ്ഞാൽ ഈ സ്വപ്നവും കുറച്ച് ബന്ധുമായ നമ്മളെ കേരളമായി. സ്വപ്ന ജീവികളും കുറച്ച് ബന്ധും. 7-ാം തീയതി ദേശീയ ബന്ധ. ചിലപ്പോ ദേശീയമുള്ള ബന്ധ്, ചിലപ്പോ ദേശീയമില്ലാത്ത ബന്ധ്. ഏതാ ബന്ധം? എന്താ ബന്ധം? എന്തിനാ ബന്ധ്? ബന്ധ എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴി നടക്കാനുള്ള സൗകര്യമാണ്, അല്ലാതെ ഒന്നുമല്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ബന്ധുകൾ നടക്കും. എന്താണ് ഒന്ന് കേരളം എന്ന് പറഞ്ഞാൽ കുറെ ബന്ധ്. പിന്നെ കോളർ മാറ്റി പണിയെടുക്കൂല, തുണി അയച്ചിട്ട് പണിയെടുക്കൂല, പണിയെടുക്കാൻ തയ്യാറല്ല. ഇഷ്ടം പോലെ പണിയെടുക്കാൻ തയ്യാറില്ല. ഇവിടെ കടപ്പുറത്ത് കടലിലല്ലേ ഒരു കാലത്ത് നമ്മളെ ഏറ്റവും വലിയ ജീവിതം കടലിൽ നിന്നല്ലായിരുന്നു. എത്ര മാപ്പിളാരുണ്ട് കടലിൽ പോകുന്നവർ? ആരാ കടലിൽ പോകുന്നത്? വഞ്ചുണ്ടെങ്കിൽ കടലിൽ പോരണമെങ്കിൽ തൂത്തുക്കുടി നാള് വരണം. തൂത്തുക്കുടി ബേപ്പൂർ പോയി നോക്ക്, കൊടുങ്ങല്ലൂർ പോയി നോക്ക്. ഒരു ബോട്ടോ ഒരു എന്താ പറയാ ഒരു വഞ്ചി ഒരാൾക്കുണ്ടെങ്കിൽ ആളെ തിരുനെൽവേലിയിൽ നിന്ന് കൊണ്ടുവരണം. തിരുനെൽവേലിയിൽ നിന്ന് പിന്നെ പാവമണിയും സെന്തിലും ശിവവും ഒക്കെ വരണം. എന്നാലേ നമ്മുടെ കടൽ സമ്പത്ത് നമുക്ക് കിട്ടുള്ളൂ. പണിയെടുക്കില്ല, നമ്മള് പണിയെടുക്കുകയില്ല.
നമ്മളിങ്ങനെ സ്വപ്നത്തിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. നമ്മളിങ്ങനെ ഒരു പാൻറ്റൊക്കെ ഇട്ട് അതിന്റെ മേലും ഇങ്ങനെ എങ്ങനെയാണ് കീശയിലിടാം. കീശയിൽ ഇംഗ്ലീഷുകാരൻ പാൻറ്റിന്റെ പോക്കറ്റിൽ കീശയിലിടാം. കാരണം ഇംഗ്ലീഷ് രാജ്യത്തിൽ നിന്ന് തണുപ്പാണ്. നീ എന്തിനാടാ വിഡ്ഢി പാൻറ്റിന്റെ പോക്കറ്റിൽ കൈയിടുന്നത്? അയ്യയ്യേ, ചില മഹാന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വഷളന്മാർ ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഫാൻസിന്റെ പോക്കറ്റിൽ കൈയിടുന്നവരാണ് എന്നാണ് ഞാൻ പറയാ. ചില ആൾ എന്തിനാടാ വിഡ്ഢി നീ ഫാൻസിന്റെ പോക്കറ്റിൽ കൈയിട്ടത്? എടാ, ഇംഗ്ലണ്ടിൽ ഫാൻസിന്റെ പോക്കറ്റിൽ കൈയിട്ടും അതിൽ ചിലപ്പോൾ 0 പോയിന്റിലായിരിക്കും തണുപ്പ്. അവിടെ അത് സ്വാഭാവികമാണ്, അത്രയും തണുപ്പ് രാജ്യം. നീ എന്താടോ ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഉഷ്ണം വർദ്ധിക്കണം ഈ നാട്ടിൽ? എന്തിനാടോ പൊട്ട നീ ഫാൻസിന്റെ പോക്കറ്റിൽ കൈയിട്ടത്? അപ്പൊ ഇതന്നെ ഫാൻസിന്റെ പോക്കറ്റിൽ കൈയിടുക, സ്വപ്നത്തിൽ ഇങ്ങനെ നടക്കുക. ഒരു കാലത്ത് ഹിപ്പി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഹിപ്പി ഇല്ലെങ്കിലും അപ്പുറത്താണ്. നമ്മൾ ഒരു തരം വിഡ്ഢികളായി ഇങ്ങനെ നടക്കും. പിന്നെയോ ഇടക്കിടക്ക് കോപ്പ അമേരിക്ക പോലത്തെ കുറച്ച് കളികൾ വരും. ആ കളിയുടെ പിന്നാലെ പായുക. അന്ന് നമ്മൾ മറഡോണയുടെ ഈ മെസ്സിയുടെയും ഒക്കെ വലിയ വലിയ ചിത്രങ്ങൾ വെക്കുക. മെസ്സി മറഡോണയോ ലോകത്തെ ഏറ്റവും വലിയ മാഫിയയുടെ കേന്ദ്രങ്ങളാണ്. അവർ തോറ്റു കൊടുക്കുന്നത് അവർ ജയിക്കാൻ വേണ്ടിയാണ്. തോറ്റാലായിരിക്കും അവർക്ക് ജയിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടാന്ന് പുറത്തു പറയാം. അങ്ങനെയായിരിക്കും കരുത്തുള്ള, അങ്ങനെയായിരിക്കും അവർ തോറ്റു കൊടുക്കും. ചിലപ്പോൾ എന്തുകൊണ്ട് ജയിച്ചാൽ കിട്ടുന്നതിനേക്കാൾ വലിയ പൈസ ചില മാഫിയകൾക്ക് വേണ്ടി അവർ തോറ്റു കൊടുക്കും. അങ്ങനെ ഉണ്ടാവും. നീ ഇവിടെ എന്ത് ചെയ്യും? നീ ഇവിടെ 1000 മെസ്സിക്ക് അരക്കക്ക എന്ന് എഴുതി വെക്കും. അങ്ങനെയാണ്. അവരോ അർജന്റീന തോറ്റതിന്റെ നേരെ പിറ്റേ ദിവസം പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു, മെസ്സി തന്റെ കാമുകയും കൂട്ടി ഒരു വിനോദ കേന്ദ്രത്തിലേക്ക് പോകുന്നത്. ഭാര്യയല്ല, വ്യഭിചരിക്കാൻ പോവുക. അവൻ തോറ്റാലും വ്യഭിചരിക്കും, ജയിച്ചാലും വ്യഭിചരിക്കും. നിനക്കോ? ആരായതിന്റെ പിന്നിൽ ഏകദേശമൊക്കെ മാപ്പിളമാർ. ഏറ്റവും കൂടുതൽ സ്വപ്നത്തിൽപ്പെട്ടവർ മാപ്പിളമാരാണ്. മാപ്പിളമാരെ നശിപ്പിച്ചത് ഗൾഫാണ്. ഗൾഫിൽ നിന്ന് മാപ്പിളമാർ മടങ്ങാതെ മാപ്പിളമാർ നന്നാവുകയില്ല എന്നും ഈ സമ്മേളനം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല, നിങ്ങൾ എന്ത് വിചാരിച്ചാലും വേണ്ട, ഞാൻ ഗൾഫിനെതിരാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഞാൻ ഗൾഫിനെതിരാണ്. ഗൾഫ് ഇല്ലാതാക്കിയാലും മാപ്പിള നന്നാവില്ല. ഗൾഫ് ഇല്ലാതാക്കാതെ മാപ്പിള നന്നാവില്ല. ലോകത്തെ എക്കാലത്തെയും ഏറ്റവും വലിയ വരുമാന മാർഗം പശുവായതുകൊണ്ടാണ് ഖുർആനിലെ 2-ാമത്തെ അധ്യായത്തിന്റെ പേര് അൽ ബഖറ എന്നായത്. വരുമാനം. അതുകൊണ്ടാണ് പശുവിനെ അറക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇസ്രായേലികൾ തിരിഞ്ഞളിച്ച്. കാരണം അവരുടെ പ്രധാന വരുമാന മാർഗം പശുവാണ്. പ്രവാചകനെതിരെ കാട്ടുനിറക്കിയപ്പോൾ ഡെൻമാർക്ക് മാപ്പ് പറഞ്ഞു. എന്തുകൊണ്ട്? അവരുടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നം പാലാണ്, പാൽപ്പൊടിയാണ്. അത് മിഡിൽ ഈസ്റ്റിൽ വിൽക്കണമെങ്കിൽ മാപ്പ് പറയാൻ നിർവാഹമില്ല. മനസ്സിലായി നിങ്ങൾക്ക് പറഞ്ഞത്? പശുവിനെ വളർത്തുക, ഒരു പണിയുമില്ല. കുറച്ച് പിണ്ണാക്ക്, കുറച്ച് എള്ളും പിണ്ണാക്ക്, കുറച്ച് തേങ്ങാ പിണ്ണാക്ക്, ഇതിങ്ങനെ കൊടുക്കുക. ഇടക്കിടക്ക് അതിനൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കുക. അല്ലാതെ പുറത്തൊന്നും ഇറക്കണ്ട. പശു തന്നെ ഒരു തരം